ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തമായൊരു ടാഗ്ലൈനുള്ള കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ദി ലാൻഡ് ഓഫ് വൈൽഡ് എലഫൻസ് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മാങ്കുളം പള്ളിയിലേക്ക് കയറുന്ന ആർച്ചൊക്കെ കഴിഞ്ഞ് മാങ്കുളം ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് ആനക്കുളത്തിന്. ഇടുക്കി ജില്ലയിലും മൂന്നാറിലും എത്തുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ആനക്കുളത്തെ ആനകളുടെ കുടി. എങ്ങനെ ആനക്കുളത്ത് എത്തിച്ചേരാമെന്ന് ആദ്യം തന്നെ പറയാം. മൂന്നാറിൽ നിന്ന് കല്ലാറ് വഴി 41 കിലോമീറ്ററും ലക്ഷ്മി ടി എസ്റ്റേറ്റ് വഴി 35 കിലോമീറ്ററുമാണ് ഉള്ളത്. നേരിമംഗലത്തിൽ നിന്ന് വരുന്നവർക്ക് അടിമാലി കല്ലാറ് വഴി മാങ്കുളത്ത് വന്നിട്ട് നേരെ ആനക്കുളം വരാവുന്നതാണ്. കൂടാതെ മച്ചിപ്ലാവ് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മാങ്കുളം വന്നും ആനക്കുളം എത്തിച്ചേരാം. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് ആനക്കുളത്തേക്ക് പോകുന്നത്. ഈ നേരെ കാണുന്ന വഴി കുറിച്ചിക്കുടിയിലേക്കുള്ളതാണ്. പഴയ ആലുവ മൂന്നാർ രാജപാത റോഡിലേക്ക് പോകുന്നതും ഇതിലെയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് ജീപ്പുകളും കമാൻഡറുകളും കാണാം. ആനക്കുളം കൂടാതെ മാങ്കുളത്തെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടുത്തെ ജീപ്പ് സഫാരി. മാങ്കുളത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളും കാട്ടിൽ കൂടെയുള്ള ഒരു അടിപൊളി ഓഫ് റോഡൊക്കെ ഈ ജീപ്പ് സഫാരി എടുത്താൽ നമുക്ക് പോകാൻ പറ്റും. ഇതുവഴി പോകുമ്പോൾ ഉള്ള രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു ചെറിയ സിറ്റിയുടെ പേരാണ് കുവൈറ്റ് സിറ്റി. ഈ പുഴയുടെ തീരത്തുള്ള ചെറിയ സിറ്റിയാണ് മാങ്കുളത്തെ കുവൈറ്റ് സിറ്റി. മാങ്കുളം എന്ന ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ആനക്കുളം. നേരത്തെ ചെയ്ത മാങ്കുളത്തിന്റെ വീഡിയോയിൽ നമ്മൾ ഈ ആനക്കുളം ചെറുതായിട്ട് കാണിച്ചിട്ടുമുണ്ട്. ചെറിയൊരു വീഡിയോയിൽ ഒതുക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആനക്കുളത്തെ കാഴ്ചകൾ. പോകുന്ന വഴിയിൽ മുഴുവൻ മരങ്ങളും മലകളും ഒക്കെയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആനക്കുളം എത്തി. അത്യാവശ്യം തിരക്കുണ്ട് ആനക്കുളത്തിപ്പോൾ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് 10-12 ആനകളുള്ള ഒരു ആനക്കൂട്ടത്തെയാണ്. ആനകളെല്ലാം കൂടി ഒരുമിച്ച് പുഴയിലിറങ്ങി വെള്ളം കുടിക്കുകയും കുളിക്കുകയും ഒക്കെയാണ്. ആന കുഞ്ഞു മുതൽ വലിയ ആന വരെയുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം 40-50 മീറ്റർ ദൂരെയാണ് ആനകൾ നിൽക്കുന്നത്. എങ്കിലും കാണാൻ വരുന്നവർക്ക് ഒരു ശല്യം ചെയ്യാതെ അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നു. കാട്ടാനകൾ കുറച്ച് ആക്രമണകാരികളാണെങ്കിലും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ആനക്കുളം എന്നീ സ്ഥലത്തിന് പേര് വരാൻ കാരണം തന്നെ ഇവിടെ ആനകൾ പണ്ട് തൊട്ടേ വരുന്നത് കൊണ്ടാണ്. ഈ പുഴയിൽ ആനകൾ സ്ഥിരം ഇറങ്ങുന്നത് ഒരേ സ്ഥലത്താണ്. അവിടെ നിന്ന് വരുന്ന ഓരുവെള്ളത്തിന് ഉപ്പിന്റെയും ലവണങ്ങളുടെയും അംശം കൂടുതലുണ്ടെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആനകൾ പുഴയിലിറങ്ങി കാലുകൊണ്ട് ചെറിയ കുഴി പോലെ ഉണ്ടാക്കി വെള്ളം കുടിക്കുകയും തിരിച്ചു പോകുമ്പോൾ ആ കുഴി തട്ടി നിരത്തിയിട്ടിട്ടാണ് പോവാറ്. കൂടാതെ പല ബാച്ചുകളായിട്ടാണ് ആനകൾ വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആനക്കൂട്ടമായിരിക്കില്ല മറ്റൊരു ദിവസം വരുമ്പോൾ കാണുന്നത്. എന്നും ആനകൾ ആനക്കുളത്ത് എത്താറുമില്ല. ചില ദിവസം 1-2 ആനകൾ മാത്രമായിരിക്കും ഇറങ്ങുന്നത്. എന്നാൽ ചില ദിവസം 30 ആനകൾ വരെ എത്താറുമുണ്ട്. കൂടുതലായും വൈകുന്നേരങ്ങളിലാണ് ആനകൾ എത്തുന്നത്. ആന ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടെലഗ്രാമിൽ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനക്കുളം എലഫന്റ് ഡോർ മാങ്കുളം എന്നാണ് ബോട്ടിന്റെ പേര്. ഈ ബോട്ടിൽ NOWA എന്ന് മെസ്സേജ് അയച്ചാൽ ആനക്കുളത്തെ ആന ഇറങ്ങുന്ന സ്ഥലത്തെ CCTV ഫോട്ടോ നമുക്ക് കിട്ടും. ബോട്ട് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത്രയടുത്ത ആനകൾ ഇറങ്ങുന്നതുകൊണ്ട് സഞ്ചാരികൾക്ക് ചില നിയന്ത്രണങ്ങളും ഇവിടെയുണ്ട്. ആനകളില്ലാത്തപ്പോൾ വൈകിട്ട് 5:30 വരെ നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാം. എന്നാൽ ആനകൾ വന്ന ശേഷം ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല.
കൂടാതെ ആനകൾ ഉള്ളപ്പോൾ ഡ്രോൺ പറത്താനൊന്നും സാധിക്കില്ല. വൈൽഡ് ലൈഫിനോടും ആനകളോടൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് ആനക്കുളവും മാങ്കുളവും. ആനക്കുളത്തേക്ക് വരുന്നവർ സ്റ്റേയും ഫുഡും ജീപ്പ് സഫാരിയൊക്കെ ഉള്ള പാക്കേജ് എടുത്തു വന്നാൽ മാങ്കുളം മൊത്തം കവർ ചെയ്യാൻ സാധിക്കും. ആനകൾ ഇറങ്ങുന്നതിന്റെ തൊട്ടടുത്തായി തന്നെ 2-3 ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു ചായയും കടികളും ഒക്കെ കഴിച്ച് ആനക്കുളത്തോട് യാത്ര പറഞ്ഞു. കൂടുതൽ സ്ഥലങ്ങൾ കാണാനും അറിയാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.